ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണല്ലേ. എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക കേട്ടോ, പുറത്തൊന്നും ഇറങ്ങാതെ. കാരണം എപ്പോഴാണ് അപകടം പതുങ്ങിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാറ്റും മഴയും ശക്തമായതുകൊണ്ട് തന്നെ പുഴയിലൊന്നും പോകാതെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാട്ടോ. നല്ല പോലെ മഴ പെയ്തിട്ട് ചെടികളൊക്കെ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ശരിയാക്കി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പീസ് ആൻഡ് ലവ് റോസാണ് കേട്ടോ. നല്ല തളിർപ്പൊക്കെ വന്നിട്ടുണ്ട്. ഈ മഴയത്ത് സത്യം പറഞ്ഞാൽ ഇലകൾക്കൊക്കെ നല്ല ഉഷാറോട് കൂടി നിൽക്കും കേട്ടോ. ഈ വേനൽക്കാലത്താണ് ഇലകൾക്കും ചെടികൾക്കും ഒക്കെ ഓരോ ഫംഗസ് അറ്റാക്ക് വരുന്നത്. കൂടുതലായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളൊരു അഭിപ്രായമാണ് കേട്ടോ. എൻ്റെ അനുഭവം വെച്ച് പറയാണ്. എന്തായാലും ഇപ്പോൾ ഇലകൾക്കൊക്കെ നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. കാരണം വെള്ളം കെട്ടി കിടക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ റോസൊക്കെ. അപ്പം ഇനി നല്ല മഴ ശക്തമാകുമ്പോൾ ഷെയ്ഡിലേക്ക് വെക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ സീനിക ചെടിയിലൊക്കെ നല്ല പോലെ പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് കളർ. ഒരു ചെടിയിൽ തന്നെ പല ഐറ്റം കളേഴ്സാണ് വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ മഴക്കാലത്ത് ചെടികളൊന്നും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം മഴ ഇങ്ങനെ പെയ്തത് കൊണ്ട് തന്നെ പൂക്കളൊക്കെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇത് നമ്മുടെ പീച്ച് കളർ റോസാണ് കേട്ടോ. ഇത് ഗ്രീൻ റോസാണ് കേട്ടോ. എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടിയിലായിരുന്നപ്പോൾ നല്ല പോലെ വാടി തളർന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നിലത്ത് ആയപ്പോൾ നല്ല പോലെ ഉഷാറായി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വെറൈറ്റി കളേഴ്സ് സീനികയാണ് കേട്ടോ. ഒരു തൈയിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഡാലിയാണ് കേട്ടോ. നഴ്സറിയിൽ നിന്ന് വിത്ത് വാങ്ങി മുളപ്പിച്ചെടുത്തതാണ്. പിന്നെ അത് പീച്ച് റോസാണ്. അതുപോലെ ഇതൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ റോസാണ് കേട്ടോ. 20 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ റോസകളൊന്നും ചട്ടിയിൽ വെച്ചിട്ട് നല്ലപോലെ പിടിച്ച് കിട്ടുന്നില്ല കേട്ടോ. നിലത്ത് വെച്ചിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. ഇതും ഒരു ബട്ടൺ റോസാണ്. ഇത് ഞാൻ കമ്പ് കൊടുന്ന് കിളിർപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ എപ്പോഴും പൂമ്പാറ്റ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെടികൾ വേനൽക്കാലത്ത് നമ്മളത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി എവിടുന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് നട്ടെടുക്കണം. ഇത് ഡാലിയാണ് കേട്ടോ. ഡബിൾ ഷെയ്ഡ് കളർ ഡാലിയാണ്. ഇവിടെയൊക്കെ നിറയെ മല്ലികയുടെ വിത്ത് പാകിയതാട്ടോ. അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് റോസാക്കമ്പ് കുത്തി വെച്ചതാണ്. അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തോട്ടവാഴ. ഇത് ഞാനൊരു ബോഗൻവില്ലയുടെ കമ്പ് നട്ടു കൊടുത്തതാണ്. അതിന്മേൽ ചെറിയൊരു പൂവുണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം കിളിർത്ത് വന്നിട്ടുണ്ട്. ഇത് ആകാശമുള്ള നിലത്ത് നട്ടു കൊടുത്തതാണ്. പിന്നെ ഒട്ടുമിക്ക ചെടികളും ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. കാരണം ഒരുപാട് മഴ പെയ്താലും ചീഞ്ഞു പോകുന്ന ചെടികളുമുണ്ട്. വെള്ളം അത്യാവശ്യം വേണ്ട ചെടികളുമുണ്ട്. അപ്പോൾ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചാൽ അവർക്ക് വേണ്ട വെള്ളം കിട്ടും, എന്നാൽ ഒരുപാട് വെള്ളം കിട്ടുകയും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ പ്ലാന്റ്സാണ്. ഇതൊക്കെ എനിക്ക് ഓരോ ആളുകൾ തന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കൂടുതലായിട്ടും ഓരോ ഭാഗത്തു നിന്ന് കളക്ട് ചെയ്ത പ്ലാന്റ്സാണ്. നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് അധികം റോസ്, അഡീനിയം അങ്ങനെയുള്ള ചെടികൾ മാത്രം കേട്ടോ. ബട്ടൺ റോസിൻ്റെ 2-3 തൈ ഞാൻ കിളിർപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മുളച്ച് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടി വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇത് ഒരു പുല്ലൈറ്റാട്ടോ. അത് നല്ലപോലെ വെട്ടി കൊടുത്തതാണ് ഞാൻ. ഈ പ്ലാന്റ് വെട്ടിക്കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ മല്ലികയുടെ ഒരുപാട് തൈ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പെന്നിവേർഡ് പ്ലാന്റ് നല്ല പോലെ ബുഷിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിലേറെ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മുടെ അഡീനിയം, ഡബിൾ പെറ്റൽ അഡീനിയം വാങ്ങിയത് സിറ്റ് ഔട്ടിൻ്റെ തിണ്ടിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് മഴ അധികം പറ്റാത്തൊരു ചെടി കൂടിയാണ് കേട്ടോ. വെയിലത്ത് എത്ര വെച്ചാലും ഇതിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. പക്ഷേ മഴ വല്ലാതെ പറ്റില്ല. പിന്നെ നമ്മൾ എപ്പോഴും പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പോട്ടി മിക്സ് നനവില്ലാത്ത രീതിയിൽ തയ്യാറാക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇല്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ അഡീനിയം മഴയത്ത് വെക്കരുത് കേട്ടോ. മഴയത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് ഫംഗസ് അറ്റാക്കും വരും കേട്ടോ ഇതിന്. അപ്പോൾ ഷെയ്ഡിൽ കൊണ്ടുപോയി വെക്കുന്നതാണ് നല്ലത്. വെള്ളം ഇല്ലെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാട്ടോ നമ്മുടെ ചെടികൾ. പിന്നെ ഹാങ്ങിങ് ആയിട്ട് ഈ ഒരു മണി പ്ലാന്റ് ഉണ്ട്. അത് നല്ലപോലെ വന്നിരുന്നത് കുറേയൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്തതാണ് കേട്ടോ.
ഇതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലപോലെ വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് ആണ് കേട്ടോ, മീഷോയിൽ നിന്ന് വാങ്ങിയത്. അതൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ കടയിലോട്ടൊന്ന് പോവാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. ഞങ്ങളെ വീടിൻ്റെ താഴെ പാടായതുകൊണ്ട് നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും മോളും കൂടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ മഴ തോർന്ന സമയം നോക്കിയിട്ട് പോകുന്നതാണ്. മഴക്കാലമായാൽ ഇതിലൂടെ പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുട്ടികൾ സ്കൂൾക്കൊക്കെ ഇതിലൂടെ കേട്ടോ പോവാറ്. അപ്പം അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ബിരിയാണിയുടെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിൽ നല്ലപോലെ നമ്മുടെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വാട്ടിയെടുക്കണം കേട്ടോ. പുറത്ത് നല്ല മഴയാട്ടോ. ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി, തക്കാളിയൊക്കെ ചിക്കൻ മസാല തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഉള്ളി വാട്ടിയെടുത്തതിന് ശേഷം അതിൽ ചിക്കൻ ഇട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ചിക്കൻ പൊരിച്ച എണ്ണ ഒഴിക്കണം കേട്ടോ. ഇനി ഇതിലാണ് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നത്. അതിലേക്ക് ഇനി ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അത് നല്ല പോലെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയിട്ട് അതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. മസാല തയ്യാറാക്കുന്നത് ഞാൻ ഗ്യാസിന്മേലാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല, മല്ലിയില, പുതിനയില ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നല്ല വഴറ്റിയെടുത്തതിന് ശേഷം ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ഉള്ളി കുറച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റ് ഞാൻ ഇതിലിട്ടിട്ടാണ് വേവിക്കാറ് കേട്ടോ. മസാല ഇട്ടിട്ടാണ് വേവിക്കാറ്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ചിക്കൻ മസാല തിരുമ്പി വെച്ചപ്പോൾ എല്ലാ മസാലകളും അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മസാല മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി കുറച്ച് തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ബിരിയാണി വെക്കാറ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച അരി നമുക്കിതിൻ്റെ മേലിട്ട് നമുക്കിതൊന്ന് ദമ്മിട്ടെടുക്കണം കേട്ടോ. നമ്മുടെ ബിരിയാണി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തൊന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.